സോ ഹേ ഗൈസ്, ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് കളക്ടർ ജംഗ്ഷനിലൂടെയാണ്. സോ ഇനി ഞാൻ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. വെറൈറ്റി സ്ഥലത്ത് പോയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ കളക്ടർ ജംഗ്ഷൻ കഴിഞ്ഞ് എനിക്ക് പേരറിയാത്ത ഏതോ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവർ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സാധനം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇരുമ്പോലം ജംഗ്ഷനിലൂടെയാണ് ഞാൻ ഇത്ര നേരം പൊക്കോണ്ടിരുന്നത്. എൻ്റെ ഇരുമ്പോലം ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോയിരിക്കുന്നത്, അതായത് എത്തിയിരിക്കുന്നത് നമ്മുടെ ചുങ്കത്തുള്ള ഒരു സ്ഥലത്താണ്. എനിക്ക് പേരറിയില്ല. നേരെ നോക്കി വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ക്യാമറയിൽ വിരൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. സോ ഈ ബോട്ടൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഡെഡിക്കേഷൻ ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ എല്ലാ ബോട്ടും നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല, സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഇടയിൽ ഒരു കിടിലൻ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഒരു സൈഡ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ കാടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ബോട്ടൊന്നും കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. ഇതെന്ത് ടൈപ്പ് ബോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ് ചിലവാക്കുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പാലം കയറിയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ പേരെന്ന് പറയുന്നത് PVC പാലം എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇവിടെ കയറി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇതാണ്, ചായ കോർണർ ആൻഡ് ടീ ഷോപ്പ്. ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത് അന്യായം തിരക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ നടന്നു വന്ന് ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം കഴിക്കാനാണ്, അതായത് ഇവിടുത്തെ പഴംപൊരിയും ബീഫ്. ഏകദേശം ഒരു 10-20 മിനിറ്റോളം നിന്നിട്ടാണ് നമുക്ക് ഇവിടുന്ന് സീറ്റ് കിട്ടിയതെന്ന് ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് പഴംപൊരിയും ബീഫ് ഓർഡർ കൊടുത്തിട്ട് ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബായും കാര്യങ്ങളൊക്കെ പഴംപൊരിയും ബീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം എന്നെക്കാട്ടി വലിയ പഴംപൊരിയായിരുന്നു ആ കൊണ്ടുവന്നത്. അതുപോലത്തെ 3 ഈ ഒറ്റക്കൈയിൽ പഴംപൊരി ഒന്ന് കീറിയെടുക്കാൻ കുറച്ച് കോൺസെൻട്രേഷൻ വേണം എന്നുള്ളതുകൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഒരു ബൈറ്റ് എടുത്തത്. സോ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് ലാസ്റ്റ് ബൈറ്റ് മാത്രം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ബൈറ്റും വീഡിയോ എടുത്തിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.